ഇത് തുണ്ടി ബീച്ച്. മിനിക്കോയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണിത്. വലിയ ആഴമില്ല എന്നതിനാൽ ഈ കടൽ തീരം സന്ദർശകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇളം പച്ച നിറമുള്ള കടൽ, ചന്ദന നിറമുള്ള മണൽത്തരികൾ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൃത്തിയുള്ള പരിസരം. ഒരിക്കൽ ഇവിടെ എത്തിയവർക്ക് ഒരിക്കലും ഈ സ്ഥലം മറക്കാനാവില്ല. സാധാരണഗതിയിൽ അധികം സന്ദർശകർ എത്താത്തതിനാലാവണം മനോഹരമായി ഈ പ്രദേശം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കയാക്കിംഗ് ആണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന വിനോദം. മറ്റു തരത്തിലുള്ള ഉല്ലാസ ബോട്ടുകളും ഉണ്ട്. ഒട്ടും ആഴമില്ല എന്നതിനാൽ ഈ കടൽ തീരം തീർത്തും സുരക്ഷിതമാണ്. സുരക്ഷിതമായ കടപ്പുറമായതിനാൽ കുട്ടികൾ ഇവിടം ശരിക്കും ആസ്വദിക്കുന്നു. സേഫ്റ്റി ജാക്കറ്റുകൾ തീരത്ത് തന്നെ ലഭ്യമാണ്. ശാന്തമായ കടലിൽ ആളുകൾ ഉല്ലസിക്കുന്നത് വെറുതെ നോക്കിയിരിക്കുക തന്നെ രസം. It's a beautiful place. We are here for 2 days and we've traveled a long way all the way from Stockholm in Sweden to join your party here together with my family and friends, and it's a very beautiful place. തുണ്ടി ബീച്ചിന് തൊട്ടടുത്തു തന്നെ പ്രശസ്തമായ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. 1885 ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. ആദ്യകാലത്ത് മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. 41 മീറ്റർ ഉയരമുണ്ട് ലൈറ്റ് ഹൗസിന്. 40 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പ്രകാശം പരത്താൻ ലൈറ്റ് ഹൗസിന് കഴിയും. അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന കപ്പലുകൾ ഈ ലൈറ്റ് ഹൗസിനെയാണ് ആശ്രയിക്കുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ എത്തുക എന്നത് പക്ഷേ ശ്രമകരമായ ജോലിയാണ്. 200-ലധികം പടവുകൾ കയറണം. ഒടുവിലത്തെ ഗോവണി കയറുക ശരിക്കും പ്രയാസം തന്നെ. പക്ഷേ മുകളിലെത്തിയാൽ ശ്രമം വെറുതെ ആയില്ലെന്ന് വ്യക്തമാകും. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് നോക്കിയാൽ തെങ്ങുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മിനിക്കോയ് ദ്വീപ് മുഴുവൻ കാണാം. നേരം സന്ധ്യയാകുമ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമാകും. അസ്തമയ സൂര്യന്റെ ചുംബനങ്ങളാൽ ചുവന്നു തുടുത്ത കവിളുമായി കടൽ നാണിച്ചു നിൽക്കുന്നു. എത്ര കണ്ടാലും മതിയാകില്ല ഈ ദൃശ്യങ്ങൾ. ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാനാവും അവിസ്മരണീയമായ ഈ നിമിഷങ്ങൾ. ക്യാമറാമാൻമാരായ വിനോദ് കുമാറിനും അബ്ദുൾ സലാമിനുമൊപ്പം മിനിക്കോയിലെ തുണ്ടി ബീച്ചിൽ നിന്നും മനു ഭരത്, ഇന്ത്യ വിഷൻ.